അല്ല അനീഫ എവിടുന്നാണ് ചെറിയ സൈക്കിളായിട്ട് മറ്റേ സൈക്കിൾ പഞ്ചറായടാ. രണ്ടാമത്തെ തവണ കടയിൽ പോണത്. എന്തേത് മോന്റെ സൈക്കിളാ? മോന്റെ സൈക്കിളാണ്. പഞ്ചറായി. അപ്പൊ ആദ്യം പോയപ്പോ മീൻ മേടിച്ചു കൊടുക്കുമ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു പപ്പടം പറഞ്ഞിട്ട് പപ്പടം മേടിക്കാൻ പോയത്. അപ്പൊ പപ്പടം മേടിച്ചു വരികയാണ്. പിന്നെ പിന്നെന്താ ഷൂട്ട് ചെയ്യണ്ടേ? ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോ കുഞ്ഞാപ്പൂനും വല്യാപ്പൂനൊക്കെ ഒന്ന് ഒഴിവാക്കുക. കുഞ്ഞാപ്പൂ പോയാല് അല്ല ഉച്ചക്കൊന്നും പോകണ്ട. എനിക്കൊന്നും കാണുന്നുണ്ട്. അപ്പൊ മക്കളെ എല്ലാരോടും പറയാന് ഇത് നെല്ല് കണ്ടില്ല. ഈ നെല്ലിന് ചരിത്രം ഉണ്ട്. നെല്ല് കാണിച്ചു കൊടുക്കട്ടെ. ഈ നെല്ല് കണ്ടിട്ട് നെല്ല് വളഞ്ഞിക്കണ് കൊയ്യാനായിക്കണ്. ഞാൻ നെല്ലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാ ആ ചരിത്രം എന്ന് പറഞ്ഞാ ഞങ്ങള് ചെറിയ കുട്ടികളാവുമ്പോ ഇപ്പൊ ഞങ്ങളോട് ഇപ്പൊ അയ്യപ്പാലിൽ പൂരണ്ട്. അതിനത്ര പ്രായം ആയിട്ടില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുക. ഈ ആഴ്ച ഇപ്പൊ നമ്മളെ പാപ്പിനിക്കാവിൽ പൂരണ്ട്. അടുത്ത ആഴ്ച അയ്യപ്പാലിൽ പൂരം. അപ്പൊ ഞങ്ങള് കണക്കൂട്ടി ഞങ്ങച്ചണ്ട ഈ നെല്ല് കൊയ്തിട്ട് അതിന്റെ മുന്നൊരു നെല്ലിടും. അത് കൊയ്തിട്ട് ഈ നെല്ല് കൊയ്താല് ഞങ്ങളുടെ വയലാണ് കുട്ടിക്കാലത്ത്. നമുക്ക് നമ്മളെ കണക്ക് ഇവിടെ ഇരിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് ഞങ്ങളെ വാപ്പൊക്കെ ചില്ലറ പൈസ ഞങ്ങള് മൺതൊണ്ടിയിൽ ഇട്ട് വെക്കും. എന്നിട്ട് പൂരത്തിന് വേണ്ടി പോകും. ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ചാ അത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. ചെറുപ്പത്തിൽ എൻ്റെ ഒക്കെ ചെറിയ കുട്ടിയാവുമ്പോ എൻ്റെ പാപ്പാക്ക് കച്ചവടം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു 5 പൈസ എടുക്കൂല. കാരണം ഞങ്ങളതിനെ തട്ടിട്ട് മുട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിച്ചു പോയിരുന്നത്. അന്ന് വെളിച്ചെണ്ണൊക്കെ ഒരു കുപ്പിയിലെ കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ പറഞ്ഞു തരുന്നത് ഞങ്ങളെ അയൽവാസിന്റെ അവിടെ വളാഞ്ചേരി കുറ്റിപ്പുറം ഒരു പൂരം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും പോകും. അപ്പൊ ഞാൻ വാശി പിടിച്ച് കാര്യം വാപ്പ ഞാൻ പോവുക എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അപ്പൊ വാപ്പ പറയും എന്നോട് എപ്പാണ് പോകണ്ട. വാപ്പാക്ക് എന്താ വെച്ചാ പേടിയാണ് കുട്ടികളെ പറഞ്ഞേക്കണ്ടെന്നുള്ളത്. ഞാൻ ഉമ്മാട് പറഞ്ഞിട്ട് വാപ്പാന്റെ ഒരു പൈസ ഒരു 6 ഉറുപ്പ് എടുത്ത്. അന്നത്തെ കാലത്ത് 6 നല്ല ഓർമ്മ ഉണ്ട്. 6 ഉറുപ്പ് എടുത്തിട്ട് ഞാന് ഇവരൊപ്പം പോയി. അതിന് 3 ഉറുപ്പ്യ അങ്ങോട്ട് വേണം ബസ്സിനാ. അന്നത്തെ കാലത്ത് 3 ഉറുപ്പ്യ അങ്ങോട്ട്. അപ്പൊ 6 അപ്പൊ 6 കേട്ട് അങ്ങനെ ഞാൻ പോയിട്ട് ആകുമ്പോ വേലക്ക് പോയിട്ട് ഒന്നും മേടിക്കാനൊന്നും പറ്റൂല. കാരണം 3 ഉറുപ്പ്യ അങ്ങോട്ടും വേണം 3 ഉറുപ്പ്യ അങ്ങോട്ടും വേണം. അങ്ങനെ ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു. അന്ന് പ്ലാസ്റ്റിക്കിന്റെ പാവക്കുട്ടി. അതിന് അന്ന് 3 ഉറുപ്പ്യാണ് വില. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒന്നും ഇത് ഒരു കാര്യം ചോദിക്കണ്ടേ. അപ്പൊ എത്ര ചെറുപ്പത്തിലെ പോയത് ഒറ്റക്ക്? അത്ര ഓർമ്മയില്ല. ഞാൻ ഒറ്റക്കല്ലേ പോയത്. അയൽവാസികളൊപ്പം പോയത്. അങ്ങനെ പറഞ്ഞേ ഞാൻ പറഞ്ഞതല്ല ആദ്യം അയൽവാസികളൊപ്പം. അങ്ങനെ ഈ പാവക്കുട്ടി എനിക്ക് വേങ്ങ ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്താ ചെയ്യാ? ഇതിന് 3 ഉറുപ്പ്യാണ്. അപ്പൊ ഇനി കയ്യിൽ ആകെ 3 ഉറുപ്പ്യോളൂ. ആ 3 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരാൻ പറ്റൂല. കാരണം അവർക്കും സാമ്പത്തികമുള്ള അപ്പൊ നിങ്ങള് ഞാനൊരാണല്ലോ എന്തിന്റെ പാവക്കുട്ടീന്ന്. പക്ഷെ എനിക്കല്ല, എന്റെ താഴെ 2 പെങ്ങന്മാരുണ്ട്. അവരൊക്കെ ചെറുപ്പമാണ്. അപ്പൊ എല്ലാരും ഈ പാവക്കുട്ടീനെ നടക്കുമ്പോ ഒരു പാവക്കുട്ടീനെ കൊടുത്താലും അവർക്ക് കളിച്ചെടുക്കാലോ വെച്ചിട്ട് ഞാൻ ആഗ്രഹിച്ചത്. അന്നും എനിക്ക് ആ സ്നേഹമുണ്ട്. അല്ല രണ്ടൊരു പാവക്കുട്ടി അനക്കല്ലല്ലോ. അത് ചിന്തിച്ചാണ്. ഞാൻ പറഞ്ഞില്ല. അല്ല പറയാ. അപ്പൊ ഇത് പറഞ്ഞു തരുന്നത് ഇനിയിപ്പോ എന്താ വെച്ചാ ആ കാലങ്ങളൊക്കെ പോയി. ഇപ്പൊ പൂരങ്ങളൊക്കെ ആയി. കാരണം അന്ന് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. അന്ന് നമ്മൾ കുട്ടികളാണ്. സന്തോഷം തന്നെ പൂരൊക്കെ ഉണ്ടാവുമ്പോള് ആ കാലം ഒരിക്കലും തിരിച്ചു കിട്ടൂല. എന്നാലും വെറുതെ ആഗ്രഹിച്ചു പോകണം. ആ സമയങ്ങൾ കിട്ടും. അതേമാതിരി ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് പോകാൻ ഇതൊരു കുഞ്ഞോളാത്ത ഉണ്ട്. കുഞ്ഞാളാത്ത താനൂരുള്ള കുഞ്ഞാളാത്ത എന്നോട് പറഞ്ഞു എടോ കുഞ്ഞാപ്പൂനെ ഇങ്ങനെ ഇന്ന് കുഞ്ഞാപ്പൂനെ ഒരു വെറൈറ്റി എന്തെങ്കിലും ആക്കുകയാണ്. അപ്പൊ കുഞ്ഞാളാത്ത ഈ കുഞ്ഞാപ്പൂന്റെ സ്വഭാവത്തിൽ തന്നെ നടന്നു പോവുകയാണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാ വെറൈറ്റി ആക്കാന്? എന്തായാലും വെറൈറ്റി ഒക്കെ വരും. അതേമാതിരി ലൈലാത്താനോടും പറയാൻ വേണ്ടത് എല്ലാതും വെറൈറ്റി ആയി. അവർക്ക് കുഞ്ഞാപ്പൂവിന്റെ കല്യാണം കഴിച്ച് കാണാനായിട്ട് അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പൊ കുഞ്ഞാപ്പൂവിന്റെ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ നിൽക്കൂല. കുഞ്ഞാപ്പൂവിന്റെ കല്യാണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാച്ചിട്ടാണ്. പിന്നെ അതല്ല പറയും ഈ സ്ഥലം നമ്മള് വീഡിയോ എടുക്കണ ഈ ഭാഗത്തുനിന്നൊക്കെയാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പുതിയതായ ആൾക്കാർ കാണുമ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചിലവർ നിങ്ങളെ വീഡിയോ കാണില്ല. എന്നാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മുന്നേ പറഞ്ഞതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നമ്മളെ വീഡിയോ ഇങ്ങനെ കാണാം. ലൈക്ക് അടിക്കണ കണ്ടിട്ട് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അല്ല ഷൊർണൂര് എന്നാ പോണ്ട് പറഞ്ഞില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ.
അപ്പൊ നിങ്ങള് കുഞ്ഞാപ്പ് വരും, എന്തായാലും കുഞ്ഞാപ്പിനും ഉമ്മാനൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം. അതേ മാതിരി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, നമ്മളെ മാത്രമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ താൽക്കാലികം നിങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. എന്ത് വൈൻഡപ്പ് ഇല്ലേ, ഒന്നും പറയില്ല, ഇനിയൊന്നും പറയാനില്ല. അതെ, ഇത് കൊണ്ടുവരക്കട പപ്പടം പെണ്ണുങ്ങളെ മീൻ കിട്ടിയില്ല, പപ്പടത്തിന് കടി കാത്തുക്കേട്. മീൻ കിട്ടിയില്ല. മീൻ കിട്ടിക്കുന്നത് 3 അയില വാങ്ങി 50 രൂപയ്ക്ക്. പോണെന്ന് എടുക്കട്ടെ, പോണത് അങ്ങോട്ട് ഞാൻ പോണത് എന്തിനാ എടുക്കണത്? രാജ ഒരു കാര്യം കൂടി ഞാൻ മറന്നു. ഞാൻ എന്താണ് പൂരത്തിന് പോയിട്ട് മുഴുവനാക്കില്ലല്ലോ. ശരി, ഞാൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്താ പറഞ്ഞോ? അതെന്താ വെച്ചണ്ടാ, എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് വന്നപ്പോ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക. കാരണം 6 റുപ്യ എടുക്കും ചെയ്ത്, അത് ഉമ്മാട് പറഞ്ഞെടുത്ത് തന്നെയാണ്, കട്ടിട്ടൊന്നല്ല. അങ്ങനെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഭയങ്കര ടെൻഷൻ. കാരണം എന്നോട് എന്താ വെച്ചാൽ 6 റുപ്യറ്റല്ലേ ഞാൻ പോയത്. എനിക്ക് ചോദിക്കുകയാണെങ്കിൽ അന്നൊക്കെ ഒരു 10 റുപ്യ വലിയ വിലയെന്ന്. അങ്ങനെ എനിക്ക് കൊറേ പറഞ്ഞു, ഒരു ബേജാറായി. കാരണം ചെറുപ്പത്തിൽ ഞാൻ പോയില്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പോരുതിട്ടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പാപ്പ മരിച്ചുപോയി. എന്തായാലും പാപ്പാന്റെ കാര്യം ഭയങ്കര ഒരു ഇതാണ്. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഒന്നുമില്ല. അങ്ങനെ പറയാം, പൂരത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാ മാത്രമല്ല എപ്പോഴും ചേഞ്ച് ആയിക്കോട്ടെ ചേട്ടാ. എന്നായിക്കോട്ടെ. പിന്നെ ഇത് നമ്മളെ ജയേട്ടനാണ്, നമ്മളെ വീടിലൊക്കെ മുന്നേ അഭിനയിച്ച ആളാണ്. ഇതാണ് ആള്. പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇനി മക്കള് വരും. ഇതാണ് നമ്മളെ ഒരുപാട് ഇതിന്റെ മുന്നത്തെ ഒരുപാട് വീഡിയോയില് ആളുണ്ട്. ജയൻ ഇവരൊക്കെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. എവിടേക്കാ പോണ്? എവിടെ ആളുകളാണ്. ഇനിയിപ്പോ അടുത്ത വീഡിയോയിലൊക്കെ ഉണ്ടാവും കേട്ടോ, അല്ലേ? ഉണ്ടാവില്ല, തിരിച്ചു വരും ഞങ്ങള്. ഓക്കെ, ശരി.